पहला कोरिन्थियर 2:15 है। ആത്മീകനോ ആത്മീകനോ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നതുമില്ല. जो आत्मिक है वो सब कुछ जांचता है, परंतु वह आप किसी से जांचा नहीं जाता। ആ, നമ്മള് ആ, ഒരു ആത്മീകൻ ആരാണ്, ആരാണ് ജഡി, മുകളിൽ പറഞ്ഞ് വരുന്നത് അതാണ്. ആത്മീകൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ജഡീകന് സഭയിൽ രണ്ടു കൂട്ടം ആൾക്കാരുണ്ട്, ആത്മീയരുണ്ട്, ജഡീകരുമുണ്ട്. അപ്പം तो കുരിന്ത്യരുടെ അനുഭവത്തോടുള്ള ബന്ധത്തിൽ പറയുകയാണ് നിങ്ങൾ ജഡീകരാണ്. എന്നാൽ ആത്മീയൻ ആരാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വിവരണമാണ് നമ്മൾ അതിന്റെ രണ്ടാം അധ്യായത്തിൽ മുഴുവനും അതാ ഒരു കാര്യമാണ് ദൈവദാസൻ വെളിപ്പെടുത്തുന്നത്. तो कोरिन्थियर मंडली जो है वो अधिकतर शारीरिक विश्वासियों से भरा हुआ था। तो हम जानते हैं कि मंडली में दो प्रकार के विश्वासी है, एक आत्मिक है और शारीरिक है करके। तो वहां पर पौलुस वहां पर ये खत लिखते समय में दूसरा अध्याय में उसका ये उद्देश्य वो बताना चाहता है कि सही प्रकार का आत्मिक विश्वासी किस प्रकार का है करके। അപ്പൊ ആത്മീയൻ ആരാണെന്ന് ചോദിച്ചാൽ പൊതുവെ നമുക്കൊരു ആത്മീയ പരിവേഷം, നമ്മൾ എപ്പോഴും വചനം വായിക്കുക, പ്രാർത്ഥിക്കുക, വളരെ സൗമ്യമായി ഇടപെടുക, കണ്ടാൽ അവൻ ആത്മീയനാണെന്ന് നമുക്ക് തോന്നത്തക്ക രീതിയിൽ ഒരു ഒരു ഔട്ട്വേർഡ് അപ്പിയറൻസ് ഉള്ളവരെ നമ്മൾ ആത്മീയരെന്ന് നമ്മൾ പറയും. स्वाभाविक रीति से आत्मिक कौन है करके पूछते समय में हम लोग स्वाभाविक से क्या बोलते हैं? बाहरी रीति से सवेरे उठता है, प्रार्थना करता है, बाइबल पढ़ता है और बाहर से वो दिखाता है कि इस प्रकार बाहर के कार्य कर कर वो प्रकट करने दिखता है कि वो आत्मिक है। ऐसे बातों को देखकर हम बोलते हैं कि ये व्यक्ति आत्मिक है करके। എന്നാൽ ഇവിടുത്തെ അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്ന ആ തരത്തിലുള്ള മറ്റുള്ളവർ ആത്മീയരാണെന്ന് വിവേചിക്കുന്നതിനെ കുറിച്ചേ അല്ല. परंतु पौलुस जब यहाँ पर ये कुरिन्थियर मंडली को जब बात करते समय में जैसा लोग बाहर के रीति से देखकर आत्मिकता को लेवल को समझकर बताना चाहते हैं, उस अर्थ से नहीं है करके वो, या उस अर्थ से नहीं पौलुस बात करता। നമ്മൾ അവിടെ വിവേചിക്കുന്നു എന്നുള്ള പദത്തിന് പകരം ആത്മീയൻ തന്നെത്താൻ വിധിക്കുന്നു, അല്ലെങ്കിൽ ആത്മീയൻ എന്ത് ചെയ്യുന്നു? തന്നെത്താൻ വിധിക്കുന്നു. അപ്പം तो वहां पर തന്നെത്താൻ വിധിക്കാൻ കഴിയുക. വിധിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? തന്നെത്താൻ വിധിക്കുന്നു. അങ്ങനെയാണ് നമ്മളത്. ആത്മീയൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ വിവേചിക്കുന്നു എന്ന അർത്ഥത്തിലല്ല. പിന്നെയോ ഒരാത്മീയൻ അവനെ തന്നെ നന്നായി വിവേചിച്ചറിയാൻ, അവനെ തന്നെ നന്നായി ചിന്തിച്ച് മനസ്സിലാക്കാൻ അവന് കഴിവുണ്ട്. അത് ഹോളി സ്പിരിറ്റിന്റെ സഹായത്താലാണ് എന്നാണ് അവിടെ പറഞ്ഞു വരുന്നത്. तो वहां पर वो पहला कोरिन्थियर 2:15 पढ़ते समय में वहां पर जब लिखा है कि आत्मिक जन सब कुछ जांचता है करके बोलते समय में उसका सही परिभाषा या सही अर्थ वो इस रीति से है कि आत्मिक जन जो है अपने आप को न्याय करता है, यानी कि वो अपने विषय में सही रीति से न्याय कर कर अपना विषय क्या है, अपना हालत क्या है, सही रीति से पहचान सके, वो है सच्चा आत्मिक जन। तो यहाँ पर जो जांचता है करके जो शब्द लिखा है वो वास्तव में ऐसा आना चाहिए कि वो न्याय करता है करके। അതിന്റെ 14 വാക്യം വായിക്കുമ്പോൾ, എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അത് അവന് പോഷത്വമാകുന്നു. ആത്മീകമായി വിവേചിക്കേണ്ടതാകയാൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനമാണെങ്കിലും തന്നെയാണെങ്കിലും അത് ഒരു സ്പിരിച്വലായിട്ട് വിവേചിച്ച് സ്പിരിച്വലായിട്ട് ജഡ്ജ് ചെയ്യാൻ അറിയുക. അപ്പോൾ അത് നമ്മളെ തന്നെ വിവേചിക്കുന്ന, നമ്മളെ തന്നെ ജഡ്ജ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചാണ് പൗലോസ് അവിടെ പറയുന്നത്. तो वहां पर 14 वाक्य में पढ़ते समय में वहां पर पौलुस वहां पर शारीरिक व्यक्ति के बारे में बोलते समय में, परंतु शारीरिक मनुष्य परमेश्वर की आत्मा की बातें ग्रहण नहीं करता क्योंकि वह उसका दृष्टि में मूर्खता की बातें है और वो नहीं उसे जान सकता क्योंकि उन्हें जांचना आत्मिक रीति से होती है। तो आत्मिक जन क्या करता है? सब बातें आत्मिक रीत के अनुसार ही वो जांच कर, न्याय कर कर, समझ कर पहचानता है। वचन पढ़ते समय में, अभ्यास करते समय में, प्रचार करते समय में, प्रार्थना में, सब बातों में वो एक स्वयं में आत्मिक जांच से वो कार्य करता है। जो पवित्र आत्मा उसको मदद करता है अपने अपने विषय में जो भी बातों का न्याय कर कर जो कमी दिखता है वो प्रकट करके समझ सके, उस रीति से एक आत्मिक जन करता है। ഒരാള് ജഡിക അനുഭവത്തിൽ നിന്നും ആത്മീയ അനുഭവത്തിലേക്ക്, ആത്മീയ പക്വതയിലേക്ക് എത്തിത്തേരുന്നതിന് അവന്റെ മനസ്സ് എന്ന് പറയുന്ന ഭാഗത്തിന്, അവന്റെ ദേഹിയിലെ ഏറ്റവും പ്രധാനമായ ഭാഗം അവന്റെ മനസ്സാണ്. അപ്പൊ മനസ്സുകൊണ്ടാണ് അവൻ വിവേചിക്കേണ്ടത്. അപ്പൊ ഈ മനസ്സുകൊണ്ട് വിവേചിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ
ഭാഗ്യശക്തികൾ, ഇന്ദ്രിയങ്ങളിലൂടെ വരുന്ന ജ്ഞാനം കൊണ്ട് അവനെ തന്നെ വിവേചിച്ചാൽ അവൻ ആത്മീയനാണെന്ന് തോന്നുകയുള്ളൂ. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങളെ ഡിസൈൻ ചെയ്യാൻ, നമ്മളെ ജഡ്ജ് ചെയ്യാൻ പഠിപ്പിച്ചാൽ, ആ രീതിയിലായി തീർന്നാൽ അവനെ തന്നെ അവന് വിലയിരുത്താൻ കഴിയും. ഞാൻ ആത്മീയനാണോ അതോ ജഡീകനാണോ എന്ന് നമ്മളെ തന്നെ നമുക്ക് വിലയിരുത്താൻ ഹോളി സ്പിരിറ്റിന്റെ സഹായത്താൽ കഴിയും. तो स्वाभाविक रीति से जब हमें जांचना है करके बोलते समय में, अपना न्याय करने के विषय में बोलते समय में, हम लोग जब हमारा मन से जब इस विषय को हम जांचते समय में, हम लोग क्या करते हैं, हमारे शारीरिक जो बॉडीली इन्फ्लुएंस है, जो हमारे पंचयंत्र है, उसके भरोसे पर है, हम लोग हमेशा उसको परख कर जांच कर देखते हैं। ऐसा करने से कोई भी व्यक्ति शारीरिक अनुभव से वो बोल सकता है कि वो आत्मिक है करके, लेकिन सच्चा आत्मिक जन कौन है, पवित्र आत्मा के नियंत्रण में क्या होता है, उसका प्राण में जो सबसे उसका लीडिंग फैक्टर जो मन है, वो पवित्र आत्मा के मदद से अपना मन में ये बात को जांच कर ये पहचान पाता है, वो मैच्योरिटी, वो सिद्धता पर वो पहुंचकर वो समझता है कि मेरा असली हालत क्या है करके। तो उस पवित्र आत्मा के मदद से वो जांच कर वो बता सकता है कि क्या मैं सचमुच अभी उस आत्मिक मुकाम में पहुंचा हूं कि नहीं। അപ്പോൾ ഈ മനസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിലേക്കുള്ള വാതിലാണ്, കവാടമാണ്. तो मन जो है हमारे हृदय के और प्रवेश करने के लिए एक दरवाजा है। നമ്മുടെ ഇന്ദ്രിയങ്ങൾ വഴി കിട്ടുന്ന ഇൻഫർമേഷൻ നമ്മുടെ മനസ്സിലേക്ക് വരികയും മനസ്സിൽ നിന്നും അത് നമ്മുടെ വികാരങ്ങൾ, ഇച്ഛാഭാഗങ്ങളിലേക്ക് പ്രവേശിക്കുകയും നമ്മുടേതായിരിക്കുന്ന ഹ്യൂമൻ സ്പിരിറ്റിനെ സ്വാധീനിക്കുകയും ചെയ്യും. तो स्वाभाविक रीति से क्या होता है कि जो हमारे पंचयंत्र से जब हमको ज्ञान मिलकर जब हमारे अंदर प्रवेश करते समय में जो मन से प्रवेश करता है, वो मन से वो प्रवेश कर कर हमारा जो हमारे भावनाएं हैं और इच्छा को आस्वादन करके मनुष्य आत्मा में वो प्रवेश करके उसको अशुद्ध करता है। അപ്പോൾ കർത്താവ് ആദ്യ ആരാധനയിൽ ഹാബേലിന്റെ ആരാധനയോടുള്ള ബന്ധത്തിൽ കയ്യനോട് ഒരു കാര്യം പറയുന്നുണ്ട്, പാപം നിന്റെ വാതുക്കൽ കിടക്കുന്നു. तो जब प्रभु പാപം ने परमेश्वर ने आबेल को, काइन को जब आदि आराधना में वहां पर हम देखते समय उत्पत्ति का पुस्तक में, वहां पर काइन जब आराधना कर कर वो आते समय मुरझा जाने के बाद वो निराश होकर गुस्से में आते समय में परमेश्वर उसको, काइन को कहता है कि तू क्यों गुस्सा होता है, तू सही रीति से करता तो तुझे भी स्वीकारता था, देख पाप तेरे दरवाजे पर है। അപ്പോൾ ഈ മനസ്സെന്ന് പറയുന്നതാണ് ഈ വാതിൽ എന്ന് പറയുന്നത്. तो वहां पर जो दरवाजा है करके बोलते समय में मतलब क्या, वो काइन का मन को विषय में बोला है, मन है वो दरवाजा। അപ്പോൾ മനസ്സിൽ വന്നൊരു കാര്യം നമ്മളെ വിവേചിച്ച് നമ്മൾ ഒരു തീരുമാനം എടുക്കുമ്പോഴാണ് അത് പാപമായിട്ട് തീരുന്നത്. तो मन में आने वाला जो भी बातें, मन में आने वाला विचार, उसको हम लोग लेकर जब निर्णय लेकर हमारा स्वयं का कार्य के लिए जब विषय को लेकर हम लोग बात करते समय में, तभी वो हमारे स्वयं का विषय का बात के लिए जब हम लोग उस विचारों को जब हम लोग स्वीकार कर अपना लेते हैं, तब वो पाप बन जाता है। അപ്പം നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യം നമ്മുടെ ഹൃദയഭാഗത്തേക്ക് നാം പ്രവേശിപ്പിക്കുന്നതിന് മുൻപേ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യം നമ്മളെ വിവേചിക്കാൻ പഠിച്ചാൽ, അല്ലെങ്കിൽ ദൈവാത്മാവിന്റെ സന്നിധിയിൽ ദൈവത്തോട് അത് ഓപ്പൺ ആക്കിയിട്ട്, കർത്താവേ എന്റെ മനസ്സിൽ ഇന്ന കാര്യമുണ്ട് എന്ന് ദൈവം അത് വെളിച്ചത്തിൽ മനസ്സിലാക്കി തന്നാൽ നമുക്കതിനെ ജയിക്കാൻ കഴിയും. കാരണം ദൈവം നമ്മളെ അതിൽ നിന്ന് ജയിപ്പിക്കും, നമ്മളെ ദൈവം സഹായിക്കും. इसके लिए हमारा मन में आने वाला सभी प्रकार के विचारों को, जब विचार आते ही समय में, यानी कि हमारा भावना और इच्छा में प्रवेश करने से पहले, हमारे हृदय में प्रवेश करने से पहले ही मन में जब ये विचार पहले जब आते समय में, अगर आत्मिक रीति से जांचने का क्षमता अगर हमारे अंदर है, यानी कि पवित्र आत्मा के सामर्थ्य से सभी विचारों को, जो मन में आया हुआ विचारों को ग्रहण करके उसको जांच कर उसको न्याय कर कर सही है क्या गलत है करके वो न्याय करने के लिए अगर हमारे अंदर क्षमता रहता है, तो वो उधर ही वो क्षमता में हमको समझ में आता है कि वो बुरा विचार है, जिसकी वजह से अगर वो पहचान पाया तो फिर वो हमें अशुद्ध नहीं करेगा। നമ്മളിവിടെ സദൃശ്യവാക്യം അതിന്റെ 16 അധ്യായം 30 വാക്യം, नीति वचन 11:30 में, प्रोवर्ब्स 11:30, കണ്ണ് അടച്ചു കളയുന്നവൻ വക്രത നിരൂപിക്കുന്നു. കണ്ണ് അടയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ചിന്ത
അത് ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ അടച്ചു കളയുക. കാരണം ദൈവത്തോട് തുറക്കാനാണ് ദൈവം പറയുന്നത്. നിന്റെ മനസ്സിൽ എന്ത് വന്നോ അത് പാപമായി തീരുന്നതിന് മുൻപേ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന് എന്നെ മുമ്പിൽ അതൊന്ന് പ്രകടമാക്കിയാൽ ഞാൻ അതിനെ പുറത്ത് കടുത്ത് കളയും. എന്നാൽ നമ്മൾ അതെന്ത് ചെയ്യുന്നു? അത് ഗൗനിക്കുന്നില്ല, ദൈവവചനത്തെ ഗൗനിക്കുന്നില്ല. ദൈവത്തെക്കാൾ വലിയവരാണ് നമ്മളെന്ന ചിന്തയിൽ, ദൈവത്തിന്റെ വചനത്തെക്കാൾ, ദൈവത്തിന്റെ ചിന്തയേക്കാൾ വലിയ ചിന്തയാണ് നമ്മുടെ ചിന്തയെന്ന രീതിയിൽ നമ്മുടെ ചിന്തയെ നമ്മൾ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? ദൈവത്തിനെതിരെ കണ്ണടച്ച് കളയുമ്പോൾ അത് അവന് എന്ത് ചെയ്യുന്നു? അത് അവനെ അത് അവന്റെ ചിന്ത അവനെ പാപമായിട്ട് അല്ലെങ്കിൽ അവന്റെ നിരൂപണം അവനെ നശിപ്പിക്കുന്നു. प्रोवर्ब्स 17 अध्याय 16 अध्याय 16:30 16 सॉरी प्रोवर्ब्स जो है 16 का 30 में जब पढ़ते समय में आंखें मुंदे वाले चल की कल्पनाएं करती है और ओट दबाने वाले बुराई करते हैं। तो आंखें जो बंद करने वाले जो चल की कल्पनाएं करती है करके जब वहां पर हम पढ़ते समय में, यानी कि हमारे विचार आते समय में हमारे आंखों को अगर हमने बंद कर दिया, यानी कि हमारा मन को जो हमें जो जांचना चाहिए था, जो ज्ञान करके हमें विधि करना चाहिए था करके उस क्षमता को अगर हमने बंद कर दिया तो वो क्या हो गया? हम लोग फिर छल कर बैठते हैं। അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് ആയിരക്കണക്കിന് ചിന്തകൾ വരും. तो हमारे मन में हमेशा हम देखते हैं कि दिन में हजारों हजारों विचारें आता है। അത് എന്തൊക്കെയാണെന്ന് ഒരു കൺട്രോളും ഇല്ലാതെ ഹൃദയത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ അത് നമ്മള് കർത്താവ് പറയുകയാണ്, വഴിയരികെ വിതയ്ക്കുന്ന വിത്ത് ഒരു ഫലവും ചെയ്യത്തില്ല. കാരണം അത് സാത്താൻ അതിനെ ഉപയോഗിക്കും. तो ये जो हजारों हजारों विचारे जो प्रतिदिन हमारे अंदर आते समय में, जो मन का दरवाजे से प्रवेश करते समय में, उसको अगर नियंत्रण अगर नहीं किया, उसको अगर सही रीति से जांच कर अगर हम लोग पहचानने नहीं हो पाया तो हमारे अंदर छल का कार्य होता है। तो वो मानो कैसा होगा? जैसे प्रभु ने उदाहरण दृष्टांत देते समय में बीज बोने के दृष्टांत में प्रभु ने कहा कि जो रास्ते में गिरने वाला बीज का खासियत क्या है कि वो कभी फलवंत नहीं होता, जड़ नहीं पकड़ पाता, वो हमेशा शैतान उसको उठा के लेके ही जाता है करके ऐसा हालत हमारे अंदर होता है। ആയിരക്കണക്കിന് ചിന്തകൾ മനസ്സിൽ വരുന്ന ഒരു വ്യക്തി അതിന് കൂട്ടത്തിലുള്ള ദൈവവചനവും കൂടെ മിക്സ് ചെയ്തിട്ട് അത് ദൈവവചനം കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ ആൾക്ക് വചനം ഒന്നും മനസ്സിലാകത്തില്ല. കാരണം അത് കേട്ട വഴി പുറത്തു പോകുന്നു. അത് സാത്താന്റെ ഇൻഫ്ലുവൻസ് ഉള്ള നമ്മുടേതായിരിക്കുന്ന മനസ്സിലേക്ക് സാത്താൻ പല കാര്യങ്ങൾ തോന്നിപ്പിക്കും. ആ തോന്നിക്കുന്നതിന്റെ കൂട്ടത്തിൽ ദൈവവചനവും കൂടെ മിക്സ് ആയി കഴിയുമ്പോൾ ദൈവവചനത്തിന്റെ പവിത്രത നഷ്ടപ്പെട്ട് നമ്മുടെ ഉള്ളിൽ ഫലം കായ്ക്കാതെ അത് ചോക്കപ്പായിട്ട് പോകുന്നു. तो हजारों हजारों दुर्चिंताएं, दुर्विचार जब हमारे मन में आते समय में, उसके बीच में हम लोग प्रभु का वचन को भी सुनकर ग्रहण करने की कोशिश करेंगे, तो समझने की कोशिश करेंगे, तो वो कभी हम लोग वो वचन का पूर्णता का कार्य हम लोग समझ नहीं पाएंगे। क्योंकि दुर्चिंता में बार बार हजारों हजारों दुर्चिंताओं में जब रहने वाला विश्वासी का हालत क्या है? पवित्र वचन आते समय में वो पूर्ण रीति से फल नहीं होता, बल्कि वो निष्फल होने का कार्य वहां पर होता है और वचन को जड़ पकड़ने नहीं होता। और वचन जो पवित्र रीति से हम लोग जो सुनकर ग्रहण करना चाहिए था, वो माहौल वहां पर नहीं रहता। അപ്പം ഈ സാത്താന്റെ ചിന്ത നമ്മുടെ ഹൃദയവുമായി ബന്ധിപ്പിക്കുന്ന ആ പാലമാണ് ഈ ജഡം എന്ന് പറയുന്നത്. ജഡം അല്ലെങ്കിൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ജഡമായിട്ടല്ല സൃഷ്ടിച്ചത്. ദൈവം മനുഷ്യനെ ജീവനുള്ള ദേഹിയായി സൃഷ്ടിച്ചു. എന്നാൽ സാത്താൻ അവന്റെ മനസ്സിലേക്ക് പ്രവേശിച്ച് സാത്താന്റെ ചിന്ത മനുഷ്യ മനസ്സിലേക്ക് ഇട്ടുകൊടുത്തു കഴിഞ്ഞപ്പോൾ അവൻ ജഡമായി തീർന്നു. അപ്പോൾ എപ്പോഴാണ് നമ്മൾ ഒരു ജഡിക മനുഷ്യനെ സംബന്ധിച്ചോളം നമുക്ക് ജഡത്തിൽ ജീവിക്കുന്നവർ രക്ഷിക്കപ്പെട്ടവരായിരിക്കാം, പക്ഷെങ്കിൽ മനസ്സ് സാത്താന്റെ ഒരു പോർക്കളമായിട്ട് സാത്താന്റേതായിരിക്കുന്ന വിത്ത് സ്വീകരിക്കുന്ന നിലയിൽ മനസ്സ് എപ്പോഴും ഓപ്പൺ ആണ്, വിവേചിക്കാൻ കഴിയുന്നില്ല. तो जो हमारा जो शारीरिक प्रकृति जो हमें है, वो शारीरिक प्रकृति एक वास्तव में शैतान का कार्य करने के लिए एक द्वार बन जाता है, जिसके वजह से शैतान निरंतर हमारे अंदर दुष्कार्य और बुरा विचारों का कार्य हमारे अंदर कर सकता है। परमेश्वर ने जब मनुष्य को बनाया था, ये शारीरिक प्रकृति से नहीं बनाया था, क्योंकि परमेश्वर ने जब मनुष्य को बनाया तो वो उसको एक जीवित प्राणी के रूप में, देही के रूप में, प्राण के रूप में उसको बनाया था। तब से क्योंकि मनुष्य अभी एक जीवित प्राणी बन गया था, परंतु शैतान ने क्या किया? मनुष्य के मन में
बार बार दुर्चिंताएं दुर्विचार डाल डालकर, उसके मन के विचारों को डाल डालकर मनुष्य को जो भ्रष्ट करके मनुष्य क्या हो गया, शारीरिक हो गया, या शारीरिक प्रकृति का स्वाभाविक मनुष्य बन गया। ये स्वभाव, ये अवस्था की वजह से क्या हो जाता है, मनुष्य का मन हमेशा एक युद्ध भूमि बन चुका है। उसका शारीरिक प्रकृति के वजह से उसके अंदर हमेशा शैतान कार्य कर कर एक युद्ध भूमि बन चुका है। നമ്മുടെ ശരീരമല്ല സാത്താന് വേണ്ടിയത്, നമ്മുടെ നമ്മുടെ ശരീരമല്ല സാത്താൻ കീഴടക്കാൻ നോക്കുന്നത്. നമ്മുടേതായിരിക്കുന്ന മൈൻഡാണ് സാത്താൻ കീഴടക്കാൻ നോക്കുന്നത്. ये से तो शैतान का सबसे बड़ा लक्ष्य ये नहीं है कि वो हमारा देह को कब्जा कर कर गिराए, बल्कि शैतान का ये आग्रह है कि हमारा मन को कब्जा कर कर गिराए। എങ്ങനെയാണ് നമുക്ക് സാത്താന്റെ തന്ത്രം എങ്ങനെയാണ് നമ്മൾ വചനത്തിൽ വളരെ വ്യക്തമായിട്ട്, ഇപ്പൊ നിങ്ങൾ സാത്താന്റെ തന്ത്രം അറിയണം. സാത്താൻ നമുക്ക് വെളിയിൽ നിന്നുകൊണ്ട് നമ്മുടെ മനസ്സിലേക്ക് അവന്റെ ആലോചന തരും. നമ്മളത് സ്വീകരിച്ച് വികാരത്തിലേക്ക് കൊണ്ടുവന്ന് അതിനെ സ്നേഹിച്ചാൽ, നമ്മുടെ ചിന്തയെ നമ്മൾ സ്നേഹിച്ചാൽ സാത്താന് പ്രവർത്തിക്കാൻ ആ ദേഹി അത് പൂർണ്ണമായി വിധേയപ്പെടുകയാണ്. അപ്പൊ അവിടെ നമുക്ക് യൂദയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, യൂദയിൽ നേരത്തെ സാത്താൻ ഇല്ലായിരുന്നു. शैतान किस रीति से एक मनुष्य को तंत्र पूर्वक मनुष्य को कब्जा करता है करके हमें समझना जरूरी है। जैसा वचन में लिखा है कि हमें शैतान को, तुम शैतान की युक्तियों को तुम जानते हो करके, तो वो युक्ति और चतुराई से कैसा वो कार्य करता है, वो सबसे पहला मनुष्य के मनों में बहुत सारा अनेक विचारों को डालता है, जो दुर्चिंता है, दुर्विचार है। ये विचारों को अगर कोई व्यक्ति अपना भावना में लेकर उस विचारों को उसने प्रेम कर बैठा या उसको पसंद कर बैठा, उसको आग्रह कर कर मोह और अभिलाषा कर बैठा, तो वो शैतान का अधीन में हो जाने वाला व्यक्ति बन जाता। भले ही वो विश्वासी रहेगा वो, परंतु वो एक शारीरिक विश्वासी बन जाता है, जिसने शैतान को उसके विश्वासी के अंदर कार्य करने के लिए अनुमति दे दिया, क्योंकि उसने सारे दुर्चिंताओं को, विचारों को अंदर प्रवेश करने के लिए उसने प्रेम करके दिल खोल के दिया। हम लोग युदास के विषय में देखते समय में, युदास जो है शुरुआत में शैतान के कब्जे में नहीं था। യോഹന്നാന്റെ സുവിശേഷം 13 അധ്യായം അതിന്റെ 2 വാക്യം, യോഹन्ना का सुसमाचार उसका 13 अध्याय वाक्य 2 में हम पढ़ते हैं, അത്താഴമായപ്പോൾ പിശാച് ശിമോന്റെ മകനായ യൂദ ഇസ്കരിയോത്താവിന്റെ ഹൃദയത്തിൽ അവനെ കാണിപ്പാൻ തോന്നിച്ചിരുന്നു. അവന്റെ ഹൃദയം എന്ന് പറയുന്നത് ഇവിടെ മനസ്സിനെയാണ്. അവന്റെ മനസ്സില് സാത്താൻ ഒരു ചിന്തയിട്ടു, യേശുവിനെ കാണിച്ചു കൊടുക്കണം, ചിന്തയിട്ടു. तो वहां पर हम देखते हैं कि जब शैतान ने शिमोन का पुत्र यूदास इस्करियोत के मन में ये डाल चुका था कि उसे पकड़वाए तो भोजन के समय में അവനെ എൻഗേജ് ചെയ്യാൻ, അവനെ ആകർഷിക്കാൻ, അവന്റെ മനസ്സിലേക്ക് ഒരു ചിന്ത ഇട്ട് കൊടുക്കുകയാണ്. तो ये बात उसका मन में यानी कि उसका हृदय में एक ऐसा दुर्विचार डाला, ताकि शैतान ने अपना युक्ति के द्वारा, चतुराई के द्वारा यूदास इस्करियोत को आकर्षण किया, ताकि वो उस आकर्षण में वो गिर जाए। എന്നാൽ അത് ആ ഒരു ചിന്ത വന്നപ്പോൾ അവൻ ആത്മീയനായിരുന്നെങ്കിൽ, പരിശുദ്ധാത്മാവിന് സഹായം ഉണ്ടെങ്കിൽ ഇത് സാത്താന്റെ ചിന്തയാണെന്ന് വിവേചിച്ചറിയാൻ കഴിയും. परंतु अगर यूदास इस्करियोत अगर एक आत्मिक व्यक्ति होता, तो उसके मन में आया हुआ ये विचार, उसके हृदय में आया हुआ ये दुर्चिंता को वो पहचान पाता, समझ पाता पवित्र आत्मा के मदद से, और न्याय करके वो विधि कर पाता कि ये शैतान की ओर से आया हुआ है, अगर वो आत्मिक होता तो। ആത്മീയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാവിന്റെ കൺട്രോളിൽ ജീവിക്കുന്ന ആളാണ്, ശരീരത്തിന്റെ കൺട്രോളിലല്ല, പരിശുദ്ധാത്മാവിന്റെ കൺട്രോളിൽ തന്റെ ചേതനയെ, തന്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന വ്യക്തിയാണ്. കാരണം മനസ്സിലേക്ക് വരുന്ന ഏത് ചിന്തയും പരിശുദ്ധാത്മാവ് അത് വിവേചിച്ച് അവന് മനസ്സിലാക്കി കൊടുക്കും. അപ്പൊ അതിനാണ് നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം യൂദയുടെ മനസ്സിലേക്ക് വന്നു, അവൻ അത് എന്ത് ചെയ്തു? അവൻ അത് സ്വീകരിച്ചു, അവൻ അതിനെ സ്നേഹിച്ചു, ആ ചിന്തയെ സ്നേഹിച്ചു. യേശുവിനെ കാണിച്ചു കൊടുക്കാം, അവന്റെ ഹൃദയം കൊണ്ട് അവൻ അത് വിശ്വസിച്ചു സ്വീകരിച്ചു. आत्मिक जन कौन है? आत्मिक जन वो है जिसका मन, इच्छा, भावना, जो उसका प्राण जो है पवित्र आत्मा के नियंत्रण में अधीन होकर मनुष्य आत्मा के लिए वो कार्य कर जीता है, वो है सच्चा आत्मिक जन। मतलब पवित्र आत्मा के मदद से वो व्यक्ति का जो मन, इच्छा, भावना जो भटकेगा नहीं, बल्कि पवित्र आत्मा के नियंत्रण में रहकर जो पवित्र आत्मा बोलेगा मनुष्य आत्मा में से, वो बात को समझेगा। तो ये अवस्था वो जिसकी वजह से वो आत्मिक जन
वो सब बातों को वो न्याय कर समझ पाएगा, पहचान पाएगा, जांच के कि जो बातें आत्मिक है या शारीरिक है करके। तो यूदास इस्करियोत के अवस्थे में क्या हो गया, जब ये विचार जब उसके मन में डाला गया शैतान ने, उसने वो क्या किया, उस विचार को उसने अपने भावना में लेकर उसको पसंद कर दिया, उसको प्रेम करने लगा उस विचार को, जिसकी वजह से उसके मन में और आग्रह आने लगा कि मैं अभी कैसा यीशु को पकड़वाऊं करके वो प्लानिंग करने लगा। ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് സാത്താന്റെ? उसके बाद अगला कदम क्या है शैतान का? അവനത് വിവേചിച്ച് പരിശുദ്ധാത്മ സഹായത്താൽ അത് യൂത വിവേചിച്ച് അതിനെ പുറത്തു കളഞ്ഞിരുന്നെങ്കിൽ, ദൈവത്തിന്റെ സഹായത്താൽ പുറത്തു കളഞ്ഞെങ്കിൽ, അല്ലെങ്കിൽ നമ്മള് കയ്യിനോട് പറഞ്ഞതുപോലെ പാപം നിന്റെ വാതിൽ കിടക്കുന്നു, നീ അത് വിവേചിക്ക്, നിനക്കതിനെ എടുത്തു കളയാൻ ഞാൻ സഹായിക്കാം, ആ രീതിയിൽ അവൻ ഏറ്റെടുക്കാതെ കണ്ണടച്ച് കളഞ്ഞതുപോലെ യൂതിയും ഇവിടെ കണ്ണടച്ച് കളഞ്ഞു. तो എന്ന് പറഞ്ഞ എന്താണ്? अगला कदम ദൈവത്തെങ്കിലേക്ക് തിരിയാതെ മനസ്സിൽ വന്ന ചിന്തയെ താൻ താലോലിച്ചു സ്നേഹിച്ചു. अगला कदम वो क्या शैतान करता है कि जो कि वो उसी विचार में वो उसी को वो ध्यान करते रहे और पसंद करके उसी में विचार करते रहे। तो जब युदास में जब ये विचार आया कि मैं यीशु को पकड़ाऊं करके, उसका मन में जब ये विचार आते समय में, अगर वो एक आत्मिक जन होता तो सबसे पहला वो पहचान पाता था कि ये शैतान की ओर से विचार है करके, जो दुर्चिंता है यीशु को पकड़वाने का, और फिर तुरंत वो उसे बाहर निकालने के लिए वो प्रभु पर आश्रय करता था, क्योंकि हमें तो किसी में काबिलता नहीं, प्रभु पर आश्रय करेगा। जैसा कैन के जीवन में जब प्रभु ने कहा कि देखो पाप तेरे दरवाजे पर है, उसकी अभिलाषा तू पूरा करने मत जाना, मतलब प्रभु वहां पर बताना चाहता था कैन को कि तू घबरा मत, तू मुझ पर आश्रय किया करेगा तो मैं तुझे मदद करूंगा उस पाप पर विजय पाने के लिए। परंतु वैसा नहीं किया। यही गलती यूदास इस्करियोत ने भी किया। वो अगर प्रभु पर पहचान कर प्रभु पर आश्रय किया होता तो प्रभु उसको सामर्थ देकर उस विचारों से उसे बचा सकता था। അപ്പോൾ സാത്താന്റെ ചിന്തയെ യൂദ സ്വീകരിച്ചു എന്ന് കണ്ടപ്പോൾ അടുത്ത ഘട്ടത്തിൽ അവൻ എന്ത് ചെയ്യുകയാണ്? ഇവിടെ അതിന്റെ 13-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ വായിക്കുന്നത്, तो जैसे ही उसने शैतान का विचारों को अपना लिया और वो उसके हिसाब से कार्य करने के लिए इच्छा शैतान को दे दिया, तो अपना मन इच्छा भावना शैतान को दे दिया, तो तुरंत वहां पर देखो क्या होता है करके उसका 27वां वाक्य में, यूहन्ना 13:27 में, സാത്താൻ അവനിൽ കടന്നു. ആദ്യം അവന്റെ ചിന്തയെ സ്വീകരിച്ചത് കൊണ്ട് ഇപ്പോഴാണ് സാത്താൻ അവന്റെ ഹൃദയത്തിൽ വരുന്നത്. अभी वहां पर क्या हो गया देखो, शैतान उसमें समा गया। तो सबसे पहले शैतान उसके मन में खाली एक विचार डाला था, परंतु क्योंकि उसने उस विचार को पसंद किया, उसको ठुकराया नहीं बल्कि अपना लिया, तो अगला कदम क्या हो गया, शैतान उसमें समा गया। അപ്പോൾ ഒരു വിശ്വാസിയാണെങ്കിൽ ആയി കഴിഞ്ഞതിന് ശേഷം, इसलिए एक विश्वासी हो जाने के बाद ദൈവം പ്രവേശിക്കുന്നത് അവന്റേതായിരിക്കുന്ന ഹൃദയത്തിലേക്ക്, ദൈവത്തിന്റെ സ്വാധീനം വരുന്നത് അവന്റെ മൈൻഡിൽ കൂടെ അല്ല. ദൈവം പ്രവേശിക്കുന്നത് അവന്റെ മനസ്സാക്ഷി വഴി ആത്മാവിലൂടെയാണ് അവന്റെ മനസ്സിൽ എത്തിച്ചേരുന്നത്. तो परमेश्वर जब एक विश्वासी के जीवन में कार्य करते समय में, परमेश्वर जो मनुष्य का हृदय में बसना चाहता है, परमेश्वर कैसा वो मनुष्य के हृदय में आएगा? जैसा शैतान मन से आता है वहां से नहीं आता, बल्कि परमेश्वर हमेशा विवेक के द्वारा प्रवेश करता है। विवेक के द्वारा मनुष्य का मन में प्रवेश कर और फिर वो अपना हृदय, परमेश्वर उस विश्वासी का हृदय में विराजमान होता है। അപ്പോൾ ഈ ജഡം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ അകത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് സാത്താൻ കടക്കാനുള്ള പാലമാണ്. അതിനാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് ആ പാലം അല്ലെങ്കിൽ ആ ജഡത്തെ തകർത്തു. അതാണ് ക്രൂശീകരണം. तो इसलिए हमारा जो शारीरिक प्रकृति क्या है, वो एक ब्रिज के समान है, जो शैतान को कार्यों को हमारे अंदर प्रवेश करने के लिए एक ब्रिज के समान कार्य करता है, पुल के समान कार्य करता है। इसलिए जब प्रभु यीशु मसीह इस दुनिया में आया तो क्रूस में उसने क्या किया, उसने शरीर को और उसके सारे मोह अभिलाषा को क्रूस में खत्म कर दिया। यानी कि क्रूस का संदेश हमारे अंदर का जो शारीरिक अभिलाषा का जो ब्रिज है उसको तोड़ देता है। എന്നിട്ട് കർത്താവായ യേശു ക്രിസ്തു എന്ത് ചെയ്തു? പിതാവെങ്കിലേക്കുള്ള പാലമായി തീർന്നു. और उसके बाद वो प्रभु यीशु मसीह स्वयं क्या बन गया, पिता की ओर एक नया ब्रिज, हमें प्रभु की ओर, पिता परमेश्वर की ओर प्रवेश करने के लिए एक नया ब्रिज बन गया। അപ്പൊ നമുക്ക് ദൈവത്തെങ്കിലേക്കുള്ള പാലം ക്രിസ്തുവാണ്. സാത്താന് നമ്മളിലേക്കുള്ള പാലം, ചിലപ്പം ദൈവത്തിന് നമ്മളിലേക്കും നമുക്ക് ദൈവത്തെങ്കിലേക്കുള്ള പാലം ക്രിസ്തുവാണ്. ഇതുപോലെ തന്നെയാണ്
മനുഷ്യന്റെ ബാഹ്യമായ ഇന്ദ്രിയങ്ങളിലൂടെ അവന്റെ ജഡത്തിലൂടെ ജഡം സാത്താൻ പ്രവേശിക്കാനുള്ള ഒരു പാലമാണ്. അതിനെ യേശു ക്രിസ്തു, അതാണ് ജഡത്തെ, പാപത്തെ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ ന്യായം വിധിച്ചു. ആ ജഡത്തെ തകർത്തു, ആ പാലം തകർത്തു. ഇത് വിശ്വാസമായി തീർന്നു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തകളെ വിവേചിക്കാൻ ഹോളി സ്പിരിറ്റ് സഹായിക്കും. इसके लिए प्रभु यीशु मसीह हमें प्रभु के और प्रभु हमारे और के लिए एक पुल बन गया, वो ब्रिज बन गया जिसके द्वारा प्रभु का कार्य हमारे अंदर हो सके। और हमारा शारीरिक प्रकृति का जो स्वभाव है वो जिसके द्वारा हम लोग हमारे जीवन में जो हमारा पंच यंत्र जो शारीरिक रीति से हमारे देह में जो है शारीरिक रीति से बातों को, कामनाओं को पूरा करने के लिए जो सहायता करता है, वो शैतान के लिए वो पुल बन गया, पुल है। तो प्रभु यीशु मसीह ने अपना क्रूस में हमारे शरीर की अभिलाषाओं को और शरीर की बातों को, प्रकृति को उसने क्रूस में खत्म करने के वजह से जो पुल जो शैतान इस्तेमाल कर रहा था, जो ब्रिज शैतान इस्तेमाल कर रहा था, उसको तोड़ दिया। जिसके वजह से अभी पवित्र आत्मा के मदद से शैतान जब दूर से आग्रह को, अपना विचारों को, दुर्चिंताओं को, जब विचारों को हमारे मन की ओर भेजते समय में हमारे अंदर पवित्र आत्मा की मदद से वो क्षमता मिल गई, काबिलता मिल गई कि हम उसको जांच कर परख सके और न्याय करके समझ सके कि ये शैतानी विचार है करके। അപ്പം ഒരു വിശ്വാസി ആരാണ്? ന്യായവിധി കഴിഞ്ഞവനാണ്. ദൈവം അവനെ പാപി എന്ന നിലയിൽ ന്യായം വിധിച്ചു എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? അവന്റെ ജഡത്തെ തകർത്തു. ഇനി സാത്താൻ അവനിലേക്ക് പ്രവേശനമില്ല. तो एक विश्वासी मतलब कौन है? परमेश्वर ने उसका न्याय कर दिया है अभी, जिसके वजह से न्याय का विधि अभी उसके ऊपर नहीं है, जिसकी वजह से जो भी शैतान की ओर से पुल था वो तोड़ दिया है। और उसका परिणाम ये हो गया कि अभी शैतान अभी वो विश्वासी को कब्जा नहीं कर सकता, उसको पोसेस नहीं कर सकता। അവന് പാപത്തിന് പരിഹാരം വരുത്തുക മാത്രമല്ല യേശു ചെയ്തത്, तो प्रभु केवल पाप का हल निकाला ही, उतना नहीं किया क्रूस पे। ആ പാലം അല്ലെങ്കിൽ സാത്താന് മനുഷ്യ ഹൃദയത്തിലേക്ക് പ്രവേശിക്കാനുള്ള ജഡമെന്ന് പറയുന്ന പാലത്തെ തകർത്തു. बल्कि वो पुल जो हमारा मनुष्य के हृदय में प्रवेश करने के लिए हमारा जो शारीरिक प्रकृति था, जो शैतान के लिए एक पुल था हमारे अंदर हृदय में प्रवेश करने के लिए, उसी पुल को तोड़ दिया। ഇതാണ് നമ്മൾ കർത്തൃമേശയിൽ കർത്താവ് എന്റെ പാപത്തിനു വേണ്ടി മരിച്ചു എന്ന് പറഞ്ഞാൽ പാപത്തിന് ക്ഷമ വരുത്തുക മാത്രമല്ല, എന്നെ ന്യായം വിധിച്ചു എന്നും കൂടെ എന്നെ ആ പാലം തകർത്തു. ഇനി ഞാൻ ആത്മാവിൽ പിതാവിനോടുള്ള ബന്ധത്തിലാണ്. ക്രിസ്തു മൂലം ഞാനിപ്പോൾ പിതാവിനോട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. അതാണ് നമ്മള് കർത്തൃമേശയിൽ നമ്മള് അവന്റെ മരണത്തെ പ്രസ്താവിക്കുമ്പോൾ നമ്മൾ ഗ്രഹിക്കുന്ന കാര്യം. इसलिए प्रभु मेज में जब हम भाग लेते समय में, आराधना में हम लोग भाग लेते समय में, वो प्रभु यीशु मसीह ने केवल हमें पापों से बचाया, छुड़ाया है करके किया है, केवल उतना ही नहीं बल्कि हमारे अंदर का जो शरीर का जो प्रकृति का स्वभाव को उसको भी खत्म कर दिया, जिसके वजह से मेरा न्याय हो चुका है। मैं क्रूस में अभी मर चुका हूँ। अब मैं मेरे लिए नहीं बल्कि मैं पिता के लिए मैं जी रहा हूँ, परमेश्वर के लिए जी रहा हूँ जिन्होंने अपना पुत्र को भेजा, और उस आत्मिक संबंध में मैं उसके प्रभु की उपस्थिति में हूँ। ये बात को ग्रहण करते हुए है हम लोग आराधना में प्रभु मेज का भाग लेते हैं। 1 कोरिन्थियर 11:31 വാക്യം, पहला कोरिन्दी उसका 11:31 में हम पढ़ते हैं, നാം നമ്മെ തന്നെ വിധിച്ചാൽ, എന്റെ അർത്ഥം എന്താണ്? നാം കാൽവറി ക്രൂശിൽ എന്റെ ജഡം തകർന്നു, എന്റെ ജഡത്തെ ദൈവം ന്യായം വിധിച്ചു. അങ്ങനെ നമ്മളെ വിധിക്കുകയാണെങ്കിൽ, അതാണ് പൗലോസ് പറയുന്നത്, ആത്മീയൻ തന്നെത്താൻ വിവേചിക്കുന്നു, ആത്മീയൻ തന്നെത്താൻ വിധിക്കുന്നു. ഞാൻ എന്റെ ന്യായവിധി കഴിഞ്ഞു, ഞാൻ എന്റെ ജഡം തകർന്നു, ഇപ്പോൾ ഞാന് ആത്മാവുമായി എന്റെ ആത്മാവിൽ ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിച്ച് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ്, എന്റെ പിതാവുമായുള്ള ബന്ധത്തിലാണ്. ഒരു പാലം, അത് ക്രിസ്തുവാണ്. അപ്പൊ ഇതാണ് വിവേചിക്കാൻ ഉദ്ദേശിക്കുന്നത്. तो यदि अगर हम अपने आप को जांचे, यहाँ पर जांचे मतलब अपने आप को ये न्याय करे, तो वो क्या न्याय करना है कि मैं उस क्रूस में मसीह के साथ मैं मर चुका हूँ, अब मसीह मुझ में जी रहा है, जिसके वजह से अभी शैतान का कार्य जो शरीर का प्रकृति का स्वभाव जो मेरे अंदर पुल बनकर था वो खत्म हो गया है। अभी मैं मसीह के लिए जी रहा हूँ करके, इसलिए हम अपने आप को इस रीति से जांच रहा है और न्याय कर रहा है करके, ऐसा प्रभु हमको आत्मा के रीति से हमको सहायता करता है। റോമാലേഖനം 14:23 നമ്മൾ വായിക്കുന്നുണ്ട്, ഈ വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതെല്ലാം പാപമാണ്. കാരണം എന്നെ ക്രിസ്തു യേശുവിൽ ദൈവം
ആ ജഡത്തെ തകർത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ക്രിസ്തു എനിക്ക് പിതാവിങ്കിലേക്കുള്ള പാലമാണ്. അപ്പൊ ക്രിസ്തുവിൽ കൂടെ വരാത്തതെല്ലാം, അതാണ് ഞാനിപ്പം വിശ്വസിക്കുന്നത്. എന്താണ്? സാത്താനെയല്ല ഞാൻ വിശ്വസിക്കുന്നത്, എന്നെ തന്നെയല്ല ഞാൻ വിശ്വസിക്കുന്നത്, യേശു ക്രിസ്തുവിനെയാണ്. അപ്പോൾ വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതെല്ലാം പിന്നെയും പാപമാണ്. പിന്നെയും നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കാര്യം നമ്മളത് വിശ്വസിച്ച് ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ സാത്താന് നമ്മൾ വഴിയൊരുക്കുകയും സാത്താന് ചിന്ത നമ്മുടെ ഹൃദയത്തിൽ എന്ത് ചെയ്യുന്നു? വചനം നമുക്ക് ക്രിയ ചെയ്യുന്നില്ല. കാരണം ആ ഹൃദയം തുറക്കപ്പെട്ട ഒരു വഴിയോരം പോലെയാണ്. എന്ത് ചിന്ത വന്നാലും ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക. അവൻ അതിനെ വിവേചിച്ചറിയാൻ കഴിയുന്നില്ല. ആത്മീയനോ സകലത്തെ ഏത് ചിന്തയും ആത്മീയൻ വിവേചിക്കും. ഉടനെ 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 1000 ചിന്ത വന്നാലും 2000 ചിന്ത വന്നാലും ആ മനസ്സിൽ വരുന്നത് ഉടനെ വിവേചിക്കാനുള്ള ഒരു കഴിവ് അവന് കിട്ടുന്നു. അപ്പോൾ ആരാണ് ആത്മീയൻ? തന്റെ മനസ്സിലേക്ക് വരുന്ന ചിന്തയെ വിവേചിച്ച് അതിനെ ക്രൂശിലേക്ക് അയക്കാൻ കഴിവുള്ളവനാണ് ആത്മീയൻ. അവൻ അവനെയാണ് നമ്മൾ ആത്മീയൻ എന്ന് അവിടെ പറയുന്നത്. ഇതിന് ഹോളി സ്പിരിറ്റിന്റെ സഹായത്താലാണ് അവൻ വിവേചിക്കുന്നത്. तो वहां पर रोमियो का पुस्तक उसका 14 का 23 का आखिरी भाग में हम पढ़ते हैं कि जो कुछ ये विश्वास में नहीं वह पाप है। तो मैं ये क्या विश्वास कर रहा हूँ कि मैं अभी मसीह में मैं हो चुका हूँ। मेरा पुराना स्वभाव जो मेरा शारीरिक स्वभाव था, वो प्रकृति का वो स्वभाव को क्रूस में खत्म होकर अभी विश्वास के द्वारा जी रहा है। ये विश्वास कर रहा है कि अभी यीशु मसीह मेरा पुल बन चुका है। मैं अभी प्रभु पर आश्रय कर मैं जी रहा हूँ करके ये विश्वास पे वो जीता है। परंतु अगर ये विश्वास में अगर वो थामे ना रहा और जो भी आग्रह जो मन के हमारे लिए जो विचार है, जब शैतान का एक एक विचारों को अगर हम लोग उसको पसंद करने लगा और उसको प्यार करने लगा और उस विचारों को अगर हमने अपने लिए स्वीकारने लगा, तो मतलब हमने प्रभु का विश्वास को हमने ठुकरा दिया। तो मसीह जो हमारा विश्वास है, मसीह हमारा पुल है, उसको विश्वास नहीं करने की वजह से क्या हो जाता है? उसके बाद से हम जो भी बातें करते हैं वो सब पाप हो जाता है। നമ്മള് ദൈവത്തിന്റെ ആത്മാവിന് നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യത്തെ വിവേചിക്കണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിന് ഹൃദയത്തിലേക്കുള്ള വഴി മനസാക്ഷി വഴിയാണ്. അതുകൊണ്ട് മനസാക്ഷി ക്ലിയർ അല്ലെങ്കിലും ഈ കാര്യം നടക്കത്തില്ല. അതുകൊണ്ടാണ് മനസാക്ഷി എപ്പോഴും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം. इसलिए प्रभु को हमारे अंदर हमारे हृदय में विराजमान होकर बैठना है, तो वो विवेक के द्वारा ही प्रवेश करता है। इसके लिए हमारे अंदर भले ही पाप का विचार नहीं आया रहेगा, तो भी हमारे विवेक शुद्ध होना जरूरी है, क्योंकि विवेक के द्वारा है प्रभु हमारे अंदर कार्य करता है। നമ്മള് ദൈവത്തെ ആരാധിക്കാനാണെങ്കിലും മറ്റേത് കാര്യം ചിന്തിക്കാനാണെങ്കിലും നമ്മുടേതായിരിക്കുന്ന ചിന്തയിൽ വിവേചനാത്മാവായി നമുക്ക് സഹായം ലഭിക്കണമെങ്കിൽ മനസാക്ഷി നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തോട് ബന്ധപ്പെടാൻ, ജീവനുള്ള ദൈവവുമായി കണക്ട് ആകാൻ കുഞ്ഞാണ്ട് രക്തം എത്രയധികം നമ്മുടെ तो एक विश्वासी को आराधना करने के लिए उसका विवेक का शुद्ध होना जरूरी है, और सनातन परमेश्वर की उपस्थिति में सर्वदा भेंट चढ़ाने के लिए इब्रानी की पुस्तक में हम पढ़ते हैं समय में 9 का, कितना अधिक हमारा विवेक मरे हुए कामों से शुद्ध होकर प्रभु की उपस्थिति में हम लोग शुद्ध होकर रहना चाहिए आराधना करने के लिए। डिस्कनेक्ट आइले മ്യൂട്ട് ആയി മ്യൂട്ട് ആണ്. അപ്പം മനസാക്ഷി കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് കഴുകപ്പെടുന്നു. നമ്മുടെ മനസ്സ് കർത്താവായ യേശുവിന്റെ ക്രൂശ് കൊണ്ട് ശുദ്ധീകരിക്കപ്പെടുന്നു. അങ്ങനെ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. विवेक जो है हमारा प्रभु यीशु मसीह के लहू के द्वारा शुद्ध होता है, और हमारा मन जो है वो यीशु मसीह के क्रूस के मृत्यु के द्वारा वो शुद्ध होता है। ये दो बातों का शुद्धिकरण हमारे विवेक में और मन में किस रीति से होता है करके ये बात ध्यान देना जरूरी है। ഇനിയും അടുത്ത വാക്യം നമ്മൾ വായിക്കുമ്പോൾ इसके बाद अगला वाक्य हम पढ़ते हैं, ആത്മീയൻ ആരാലും വിധിക്കപ്പെടുന്നില്ല. जो आत्मिक जन है वो और किसी से वो जांचा नहीं जाता। അതിന്റെ അർത്ഥം എന്താണ്? उसका मतलब क्या है? നമ്മളത് 1 കോരിന്ത്യർ 4 അധ്യായത്തിൽ 1 കോരിന്ത്യർ 4 അധ്യായം
पहला कुरिन्दी 4 का അതിന്റെ 4-ാം വാക്യം. 4 का 4 में हम पढ़ते हैं, എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ച് ബോധമില്ലെങ്കിലും അതിനാൽ ഞാൻ നീതിമാൻ എന്ന് വരുന്നില്ല, എന്നെ വിധിക്കുന്നത് കർത്താവാണ് എന്ന് പറഞ്ഞാൽ ഒരു ആത്മീയനെ വിധിക്കുന്നത് ആരാണ്? കർത്താവാണ്. ആത്മീയനെ വേറെ ആരും വിധിക്കുന്നില്ല, ആത്മീയനെ കർത്താവ് വിധിക്കും. तो वहां पर वाक्य 4 में हम पढ़ते हैं समय में, क्योंकि मेरा मन में मुझे किसी बात का दोष नहीं ठहराता, परंतु इसमें मैं निर्दोष नहीं ठहरता, क्योंकि मेरा परखने वाला प्रभु है। यहाँ पर परखने वाला यानी कि न्याय करने वाला। तो एक आत्मिक जन को हमेशा यह परख कर उसको जांचता प्रभु है। ഇത് അവിടെ നമ്മള് 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ വായിച്ച അതേ ജഡ്ജ്മെന്റ്, അതേ ജഡ്ജിങ് ആണ് ഇവിടെയും പറയുന്നത്. അതിന്റെ तो 5-ാം വാക്യം, ആകയാൽ കർത്താവ് വരുവോളം സമയത്തിനു മുമ്പേ ഒന്നും വിധിക്കരുത്. അപ്പോൾ മറ്റുള്ള സഹോദരന്മാരെ നമ്മൾ വിധിക്കാതെ നാം നമ്മെ തന്നെ വിധിക്കണം, നമ്മെ തന്നെ വിവേചിച്ചറിയണം. നാം മറ്റുള്ളവരെ വിവേചിക്കാൻ പോയാൽ നമ്മളെ ആത്മീയനായിട്ട് തീരുകയില്ല. तो इसके ആത്മീയൻ लिए എന്ന് പറഞ്ഞ ആരാണ്? അവന്റെ മനസ്സിൽ വരുന്ന ആയിരക്കണക്കിന് ചിന്തകളെ അപ്പോൾ വിവേചിച്ച് ആകാത്തതിനെ പുറത്തു കളഞ്ഞ് അവനെ ദൈവത്തിന്റെ വചനത്താൽ അവനെ പരിപോഷിപ്പിക്കാൻ തക്കവണ്ണം, അവൻ ദൈവത്തിന്റെ വചനത്തിന് സ്ഥാനം മനസ്സിൽ കിട്ടത്തക്കവണ്ണം അവന്റെ മനസ്സിനെ പ്രിപ്പയർ ചെയ്ത് ക്ലിയൻസ് ചെയ്യുന്നവനാണ് ആത്മീയൻ. इसके लिए जो हमने वो पहला कुरिन्दी उसका 4 में हम पढ़ते हैं समय में, मेरे परखने वाला प्रभु है, मतलब यानी कि न्याय करने वाला प्रभु है, जिसके वजह से क्या अगला वाक्य में हम पढ़ते हैं कि सो जब तक प्रभु ना आए, इसलिए समय के पहले किसी का भी हम न्याय ना करें। इसलिए एक विश्वासी, एक आत्मिक जन कौन है? वो कभी भी दूसरों का वो न्याय नहीं करता, जांचता नहीं है, बल्कि वो अपने आप को न्याय करता है, और वो देखता है कि क्या सचमुच मैं उस मसीह के अधीन में मैं हूं क्या नहीं, आत्मा के नियंत्रण में मैं हूं क्या नहीं करके, ये प्रभु के आगमन तक वो अपने आप को वो न्याय कर जीता है। ഒരു ആത്മീയനെ സംബന്ധിച്ചോളം ഇരുട്ടിലുള്ളത് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ തക്കോണം ഒന്നുമില്ല. കാരണം ഇന്ന് അവന്റെ മനസ്സിൽ വരുന്ന കാര്യം കണ്ണടച്ച് കളയാതെ അപ്പോൾ അത് വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നത് കൊണ്ട് ക്രിസ്തുവിന്റെ സിംഹാസനത്തിൽ കർത്താവ് അവനെ ന്യായം വിധിക്കുമ്പോൾ അവന്റെ പേരിൽ ദോഷം ആരോപിക്കാൻ ഒന്നുമില്ല എന്ന് വിചാരിച്ച് നമ്മൾ ആരെയെങ്കിലും വിധിക്കുകയല്ല. ഞാൻ ഒരു കുറ്റവും ഇല്ലാത്തവൻ എന്നാം വിധിക്കുകയല്ല. പൗലോസ് പറയുകയാണ്, ഞാൻ എന്നെ തന്നെ വിധിക്കുന്നു. എങ്ങനെ വിധിക്കുന്നു? ഞാൻ എന്നെ തന്നെ നല്ലവനായിട്ട് വിധിക്കുന്നല്ല. അവിടെ ആരും മുകളിലത്തെ വാക്യം പറയുന്നുണ്ടോ? तो वहां पर एक മനുഷ്യർ കഴിക്കുന്ന आत्मिक जन का अवस्था ये वो इस मुकाम में वो पहुंच चुका है कि सच्चा आत्मिक जन वो उस मुकाम में पहुंचा है कि क्योंकि वो हमेशा मसीह के पवित्र आत्मा के नियंत्रण में वो बना रहने के वजह से, जिसकी वजह से उसके अंदर कोई भी प्रकार का दोष या बुरा विचार का कार्य को जब उसमें कार्य नहीं होने की वजह से वो निर्दोष रहता है, जिसकी वजह से प्रभु के न्याय के दिन में उसको कोई उसको दोष नहीं लगा सकता। क्योंकि वो आत्मिक जन क्या करता है, हमेशा जब भी बुरा विचार जब शैतान की ओर से आया तो उसने उस सबको क्रूस में उसने ढकेल कर हटाकर उसने अपने आप को शुद्ध रखा। ऐसा वो भले ही भूमि में करता हो तो भी वो क्या करना चाहिए? विश्वासी भूमि में जीते समय में एक दूसरे को वो न्याय ना करते हुए, भाइयों के विषय में न्याय ना करना, बल्कि अपने आप को इस बात को जांच कर वो न्याय करे कि मैं मसीह के लिए हूं करके बोलकर वो समर्पण करता है, दूसरों का न्याय नहीं करता, जैसा हमने ऊपर का वाक्य में पढ़ते समय में। അവിടെ ഒരു ആത്മീയൻ ആരാണ്? ഒരു ദിവസം ഉണ്ടാകുന്ന അവരുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തകളെ കണ്ണടച്ച് കളയാതെ, അതിനെ ദൈവത്തിന്റെ മുമ്പിൽ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാതെ, അത് കണ്ണടച്ച് കളഞ്ഞ് എന്റെ ചിന്ത നീതിയുള്ളതാണ് എന്ന് ചിന്തിച്ച് അതിനെ സ്നേഹിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ ദൈവവചനത്തിന് സ്ഥാനം, ദൈവത്തിന്റെ ചിന്തയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്. ദൈവത്തിന്റെ ചിന്ത നമ്മുടെ മനുഷ്യാത്മാവിലൂടെ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ ദൈവവചനം നമുക്ക് മധുരമായി തീരുകയും ദൈവത്തിന്റെ ചിന്തയെ നമ്മൾ സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ അതിന്റെ ഫലം നമ്മളിൽ ഉണ്ടാകും. വചനം ഗ്രഹിച്ച് ഫലം പുറപ്പെടുവിക്കുന്നു. അത് 60 മേനി, 100 മേനി, 60 മേനി, 30 മേനി. इसलिए एक विश्वासी का जीवन में जब वो बुरा विचार आते समय में उसको अगर वो प्रेम कर उसी को अगर पसंद करके जिया तो फिर उसका मन में आने वाला सभी विचारे फिर शैतान का विचार हो जाता है। जबकि एक विश्वासी का मन में हमेशा प्रभु का वचन को वो ध्यान कर प्रभु को वो पहला स्थान देकर प्रभु का आग्रह को जीने वाला होना चाहिए। यदि प्रभु का आग्रह जानकर जीने वाला व्यक्ति है तो फिर वचन उसके अंदर कार्य करेगा, वचन को वो समझने लगेगा, वचन में के अनुसार वो जीने लगेगा, और आगे चलकर वचन उसके अंदर बीज बोकर जड़ पकड़कर वो फलवंत होकर प्रभु के लिए उपयोगी होगा। ऐसा रहेगा एक सच्चा विश्वासी।
നമുക്ക് എഫെസ്യ ലേഖനം 6 അധ്യായത്തിന്റെ 15 വാക്യം കൂടെ വായിച്ച് അവസാനിപ്പിക്കുകയാണ്. अ, 16 വാക്യം. എഫെസ്യർ 6:16 എല്ലാറ്റിനും एफेसी മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുപ്പാൻ തക്കവണ്ണം വിശ്വാസം എന്ന പരിച. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് സാത്താൻ അയക്കുന്ന തീയമ്പുകൾ, ഓരോരോ ചിന്തകൾ, അത് നമ്മുടെ ഇമോഷനിലേക്ക് നമ്മൾ സ്വീകരിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു? വചനത്തിന് സ്ഥാനമില്ല. സാത്താൻ തന്റെ പ്രവൃത്തി നമ്മളിൽ ചെയ്യും, നമ്മൾ പാപം ചെയ്യും. एफेसियों എന്നാൽ 3 മനസ്സിൽ में വെച്ച് 15 में തന്നെ വിവേചിച്ചതിനെ പുറത്തു കളയാൻ നമുക്ക് വിവേചിക്കാൻ പഠിച്ചാൽ, അതാണ് പൗലോസ് പറഞ്ഞത്, ആത്മികൻ സകലത്തെയും അവന്റെ മനസ്സിൽ വരുന്ന എല്ലാ ചിന്തയെയും അവൻ വിവേചിച്ചറിയും. इफिसियों 6 का 16 में हम पढ़ते समय में, और उन सब के साथ विश्वास की डाल को लेकर स्थिर रहो, जिसके तुम उस दुष्ट के साथ जले हुए तीर के जलते हुए तीर को तुम बुझा सके। तो जो दुष्ट जो है, जो शैतान जो है, जो जलता हुआ अग्नि तीरों को जब बेचते समय में हमारे मन की ओर से जब आते समय में, यदि अगर हमारे भावना ने उसको पसंद कर लिया, प्रेम कर लिया, तो क्या हो जाएगा? तो शैतान का दुष्ट चिंता है हमारे उसमें बना रहता है। परंतु एक आत्मिक जन कौन है? जैसा हमने शुरुआत में पढ़ा, एक आत्मिक जन जो है वो सब कुछ जांचता है 2 का 15 में। तो वो सब बातों को जांचने वाला विश्वासी जो आत्मिक है, वो जांच कर समझ जाता है कि ये जो आया हुआ है विचारे है, एक दिन में हजारों हजारों जो विचार है, वो सब विचारों को वो न्याय कर कर समझ सकता है कि देखो, ये जांच कर समझ सकता है कि ये शैतान की ओर से है करके, और उसको बाहर निकाल कर क्रूस का उस वचन को थामे रहकर उस अग्नि जो आग का जो तीरों को वो बुझा सकता है। പത്രോസ് ലേഖനം എഴുതുന്നത് വിശ്വാസികൾക്കാണ്. 1 പത്രോസ് 2 അധ്യായത്തിന്റെ 1 വാക്യത്തിൽ വായിക്കണം. 1 പത്രോസ് 2:1 ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളയണമെങ്കിൽ അത് വിവേചിക്കാൻ അറിയണം. അപ്പം അതിന് ആത്മാവിന് സഹായം വേണം. ആത്മാവ് നമ്മളെ വിവേചിച്ച് മനസ്സിലാക്കും അത് ദൈവത്തിൽ നിന്നല്ല, അത് ഭാഗ്യശക്തിയിൽ നിന്ന്. അപ്പൊ നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ ജഡത്തിൽ നിന്ന് വരാം, സാത്താനിൽ നിന്ന് വരാം, ദൈവത്തിൽ നിന്നും വരാം. അപ്പൊ ഇതിനെ വേർതിരിച്ച് എല്ലാം കൂടെ ഒരുമിച്ച് മിക്സായി ഹൃദയത്തിൽ മനസ്സിലിരുന്നാൽ വചനം നമുക്ക് മനസ്സിലാകത്തില്ല. അപ്പൊ മനസ്സ് ക്ലിയറായി ശുദ്ധമുള്ളതായി തീരണം. ഇപ്പോൾ ജനിച്ച ശിശുവിനെ പോലെ മനസ്സ് ഓരോ ദിവസവും പുതുകി രൂപാന്തരപ്പെടുമ്പോൾ അവൻ ആത്മീയനാണ്. അവന്റെ മനസ്സിൽ വരുന്ന ചിന്തകളെ വിവേചിച്ചറിയാൻ അവന് കഴിയും. അവൻ മറ്റാരാലും വിവേചിക്കപ്പെടുന്നില്ല, അവനെ കർത്താവാണ് വിവേചിക്കുന്നത്. അന്ന് കർത്താവിന്റെ സന്നിധിയിൽ നിന്നും അവന് പ്രതിഫലം കിട്ടും. കാരണം അവൻ ഹൃദയ പരിച്ഛേദന, അല്ലെങ്കിൽ റോമാലേഖനം അതിന്റെ 1 അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് ആ വ്യക്തിക്ക് ക്രൂശ് നല്ലതുപോലെ ഉപയോഗിച്ച വ്യക്തിക്ക്, റോമാലേഖനം 1 അവസാന ഭാഗത്ത് അതുകൂടെ വായിച്ച് അവസാനിപ്പിക്കുകയാണ്. तो पहला पत्रोस 2 का 1 में पत्रोस जब खत लिखते समय में वो विश्वासियों को लिख रहा था, तो विश्वासियों को वो क्या कहता है पहला पत्रोस 2 का 1 में, कि इसलिए सब प्रकार का भेदभाव और छल और कपट और डाह और बदनामी को दूर करे। तो दूर करना है तो विश्वासी का जीवन में वो दूर कैसा कर सकता है? जब वो पवित्र आत्मा के नियंत्रण में जब वो जीता है, तब पवित्र आत्मा के नियंत्रण में जब एक विश्वासी आ गया तो ये सब प्रकार का भेदभाव और छल और कपटी स्वभाव को वो पहचान पाएगा, जांचने हो पाएगा, और उस समझ की वजह से प्रभु यीशु मसीह का सामर्थ्य से उसको बल मिलता है वो सब बातों को दूर करने के लिए, और जिसके वजह से वो व्यक्ति ग्रहण करने हो पाएगा कि मेरे अंदर का विचार किस प्रकार का है करके। क्योंकि शैतान विचार देता है, हमारा शारीरिक प्रकृति विचार देता है, और प्रभु हमको विचार देता है। परंतु अगर हमारा मनों में ये तीनों प्रकार का विचार अगर घुल मिल गया है तो वचन उसके अंदर कार्य करने नहीं हो पाएगा, क्योंकि उसका मन एकदम शुद्ध रहना चाहिए। इसलिए 2 का 2 में लिखा है कि एक नया जन्मे हुए बच्चे के समान, शिशु के समान निर्मल रीति से उसका हृदय रहा, तो ही वो प्रभु का वचन को संपूर्ण रीति से उसके अंदर कार्य करेगा। इसलिए हमारे हृदय का खतना होना बहुत जरूरी है, जो हम लोग रोमियो का पुस्तक में 1 अध्याय में हम पढ़ते हैं। 2 അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം 29 വാക്യം. रोमियो का पुस्तक 2 का उसका 29 में, അകമേ യഹൂദനായവൻ അത്ര യഹൂദൻ, അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന അത്ര പരിച്ഛേദന. അപ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ പരിച്ഛേദന അല്ലെങ്കിൽ ക്രൂശ് യഥാർത്ഥമായി ഉപയോഗിച്ച് ദൈവത്തിൽ നിന്നല്ലാത്തതിനെയെല്ലാം പുറത്തു കളയത്തക്കവണ്ണം, ക്രൂശിലേക്ക് അയക്കത്തക്കവണ്ണം അവന് വിവേചനാത്മാവിൽ അവന് കഴിയുന്നെങ്കിൽ അവൻ ആത്മീയനാണ്. അവൻ മനുഷ്യരാലല്ല
ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും. കർത്താവ് അവനെ വിധിക്കുന്ന ദിവസം അവന് ഇരുട്ടിൽ ഒന്നുമില്ല. കാരണം അവൻ ഭൂമി ജീവിച്ചപ്പോൾ തന്നെ എല്ലാ ദിവസവും അവനെ എന്ത് ചെയ്യുന്നു? വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന് അവൻ ആത്മീയ ജീവിതം നയിച്ചു. അവന് പ്രതിഫലമുണ്ട്. तो वहां पर हम लोग रोमियो का पुस्तक 2:29 में पढ़ते समय में वहां पर हम देखते हैं कि पर यहूदी वही है जो मन में है, जो मन में है, और खतना वही है हृदय का और आत्मा का है। तो हमारा हृदय का खतना जब होने का असली अवस्था क्या है, उसका लाभ क्या है कि हमारा मन में आया हुआ हर एक दुर्चिंता को का खतना होकर उसको उसके हृदय से वो बाहर निकलकर, मन से बाहर निकलकर उसके अंदर जड़ नहीं पकड़ता, कार्य नहीं करता, और सिर्फ आत्मिक बातें उसमें जड़ पकड़कर उसमें बढ़ोतरी होता है। ऐसा करने से वो क्या होगा, उसको मनुष्य की ओर से ही नहीं बल्कि परमेश्वर की ओर से उसको प्रशंसा मिलेगा। तो जो असली जो प्रशंसा, जो प्रतिफल का जो दिन में जब प्रभु उस विश्वासी को, आत्मिक विश्वासी को जब न्याय के दिन में बुलाते समय में, मसीह का सिंहासन में जब बुलाएगा, आत्मिक विश्वासी कौन है? वो प्रतिदिन इस दुनिया में जीते समय में उसके अंदर आया हुआ हर एक बुरे विचारों को और कल्पनाओं को, वो जो दुर्चिंताओं को उसने काट कर अलग कर दिया था, क्रूस में उसने डाल दिया था। अपने अंदर कोई भी विचारों को उसने भावनाओं में प्रवेश करने के लिए दिया नहीं, उसको प्रेम करने दिया नहीं, उसने वो विचारों को उधर ही उसने काट कर दूर कर दिया, जिसके वजह से क्या होगा कि उसके अंदर कोई भी छल या कपटी स्वभाव ना होने की वजह से न्याय के दिन में उसको बड़ा प्रतिफल मिलेगा, क्योंकि सिर्फ प्रभु ही है जो विश्वासी, जो उसका न्याय कर सकता है और उसको जांचता है। ऐसा परिस्थिति में आत्मिक जन पहुंचता है, तो कोई और उसको नहीं जांच पाता, बल्कि प्रभु ही उसको जांचता है और न्याय के दिन उसको प्रतिफल देगा। ആത്മീയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവന്റെ മനസ്സിലേക്ക് വരുന്ന ഏത് ചിന്ത, അതാണ് നമ്മൾ ഇനി ഇരുളിന്റെ മക്കളല്ല, നമ്മൾ വെളിച്ചത്തിന്റെ മക്കളാണ്. കർത്താവ് തന്നെ മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൽ പറഞ്ഞു, നിങ്ങൾ ചിന്തിച്ചു ഭാരപ്പെടരുത്. നിങ്ങൾ ചിന്തിക്കുമ്പോൾ അത് സ്വയചിന്തയായിട്ട് വരുമ്പോൾ എന്ത് ചെയ്യുന്നു? അത് ദോഷമുളവാക്കുന്നു. ഇവിളാണ് ഏത് ചിന്തയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി നമുക്ക് നമ്മളിൽ തന്നെ നമ്മൾ ആത്മീയനായി തീരാൻ ഓരോ ചിന്തയും വിവേചിച്ചറിഞ്ഞ്, കർത്താവെ ഓരോ ചിന്തയോടും നമ്മൾ കടപ്പെട്ടവരാണ്, നമുക്ക് അതിനുള്ള ഒരു സാവകാശം കിട്ടുന്നെങ്കിൽ തീർച്ചയായിട്ടും വചനം നമ്മളിൽ ക്രിയ ചെയ്യുകയും നമ്മളിൽ ഒരു നല്ല പ്രവൃത്തി ഉണ്ടാവുകയും ചെയ്യും. तो आत्मिक वो है जो इस बात का वो पहचान मिलकर वो आत्मिक विचारों में वो जांच कर प्रभु के आत्मा के नियंत्रण में रहता है, और वो समझ जाता है कि अभी मैं ज्योति के लिए मैं जी रहा हूँ, अंधकार की बातों के लिए नहीं। जैसा मती में प्रभु ने कहा कि तुम लोग व्याकुलता में और चिंता में ना रहे, अंधकार की बातों के लिए तुम लोग नहीं हो, ज्योति के लिए हो करके, ताकि ज्योति में रहने वाला वो विश्वासी वो बात को वो सही रीति से अंधकार का स्वभावों को और जो दुष्ट का अग्नि अंबों को वो पहचान पाता है, तीरों को समझ जा पाता है, जिसके वजह से वो ज्योति में रहने की वजह से उस पर विजय प्राप्त करने के लिए उसको हो पाता है। നമ്മൾ എപ്പോഴും വചനം വായിച്ചാലും എപ്പോഴും പ്രാർത്ഥിക്കുന്നെങ്കിലും അവന്റെ മനസ്സിലേക്ക് വരുന്ന ചിന്തയെ വിവേചിപ്പാനുള്ള കഴിവ് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ പിന്നെയും എന്ത് ചെയ്യുന്നു? നമ്മളെ ഒരു സ്ഥിരതയില്ലാതെ വീണ്ടും വീണ്ടും പാപത്തിൽ വീഴും. तो अगर हम लोग भले ही हम लोग रोज बाइबल पढ़ता हो, रोज हम लोग प्रार्थना करता हो, लेकिन अगर हमारा मन स्थिर नहीं है या फिर मन में आया हुआ विचारों को अगर हमें परखने के लिए अगर नहीं हो पा रहा है तो हम लोग गिर जाएंगे। ക്രിസ്തുവിൽ നമ്മുടെ മനസ്സ് കേന്ദ്രീകൃതമായി തീരുമ്പോൾ, परंतु मसीह में जब हमारा मन एकाग्र केंद्र हो जाता है तो ദൈവം അവിടെ അവനെ പറഞ്ഞറിയിക്കാത്ത സമാധാനവും സന്തോഷവും എല്ലാം അവന്റെ ക്രിസ്തു പറഞ്ഞ എല്ലാ വാഗ്ദാനങ്ങളും, കാരണം നമ്മള് കർത്താവ് രക്തം എടുത്ത് ഉടമ്പടി ചെയ്ത് നമ്മളെ ദൈവത്തിന്റെ മക്കളാക്കി തീർത്തപ്പോൾ ആ ഉടമ്പടിയോടുള്ള ബന്ധത്തിൽ അനേക വാഗ്ദാനങ്ങൾ ദൈവം തരുന്നുണ്ട്. ക്രിസ്തുവേശുവിൽ അത് ദൈവത്തിന്റെ എത്ര വാഗ്ദാനം ഉണ്ടെങ്കിലും അതെല്ലാം നമ്മളിൽ ഇംപ്ലിമെന്റ് ആക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പക്ഷേ നമുക്കത് അനുഭവിക്കാൻ കഴിയുന്നില്ല. കാര്യം സാത്താൻ നമ്മുടെ മനസ്സിനെ ആക്രമിക്കുന്നു. കാരണം നമ്മുടെ മനസ്സാണ് ലോകവുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പൊ സാത്താന്റെ പ്രവൃത്തി, ഇവിൾ സ്പിരിറ്റിന്റെ പ്രവൃത്തി, ജഡത്തിന്റെ പ്രവൃത്തി എല്ലാം മനസ്സിലേക്കാണ്. അപ്പൊ മനസ്സിനെ ശരിക്കും കൈകാര്യം ചെയ്യാൻ, ക്രിസ്തുവിന്റെ അടുക്കലേക്ക് എപ്പോഴും വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായിരിക്കുന്ന ജീവിതം സമാധാനപൂർണമാണ്, സന്തോഷമാണ്. ദൈവം വാഗ്ദാനം ചെയ്ത എല്ലാ വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ ഊവ് എന്ന് നമ്മുടെ പേർക്ക് അത് നേരായി വരും. तो जब प्रभु एक विश्वासी इस रीति से आत्मिक बातों में, आत्मिक विश्वासी जब प्रभु का आत्मा का नियंत्रण में जब वो आ जाता है तो वो एकदम प्रभु का अवर्णनीय आशीषों से वो भरकर शांति से वो भर जाता है और वो खुशी से भर जाता है जो वर्णन से भी बाहर है।
और प्रभु ने हमको नया जन्म के द्वारा जो हमको नाना प्रकार का विभिन्न प्रकार का जो प्रतिज्ञा है जो हमें हमारे लिए किया किया है वो सबका अनुभव हमको मिलेगा। परंतु शैतान अगर बार बार हमारे ऊपर जो दुर्चिंताएं लाते समय में उस दुर्चिंताओं पर अगर हम लोग विजय नहीं कर पाए तो जो प्रतिज्ञाओं का आशीष जो प्रभु हमको भूमि में दिया था वो हमको नहीं हो पाएगा, क्योंकि हम लोग उस शैतान का दुर्विचारों में हम लोग रहकर प्रभु के आशीषों से दूर हो जाता है। इसके लिए हम लोग उस पर प्रभु में हम लोग जो बने रहने वाला व्यक्ति का विश्वासी का खासियत यह है कि वो सारा आशीषों का लाभ वो उठा पा रहा है। ഈ വഴി കണ്ടെത്തുന്നവർ ചുരുക്കം അത്രേ. और ये रास्ता ये मार्ग को समझना बहुत कम लोग हैं। പക്ഷെ അവർ പ്രകാശത്തിൽ ജീവിച്ചത് കൊണ്ട് അടുത്ത യുഗത്തിൽ അവരുടെ ഈ പ്രകാശമാണ് തേജസ്സായിട്ട് നമുക്ക് വെളിപ്പെടാൻ പോകുന്നത്. परंतु वो लोग आज क्योंकि वो लोग ज्योति में वो लोग जीने की वजह से प्रकाश मिलने की वजह से वो लोग क्या होता है आने वाले युग में अगले युग में भी वही जो ज्योति उन्होंने बटोरा था प्रकाश जो मिला था वही उनका महिमा बन जाता है। കർത്താവ് നമ്മളെ എല്ലാവരെയും അതിനായി സഹായിക്കട്ടെ. इस विषय में बढ़ने के लिए प्रभु हम सबको सहायता करे। അപ്പൊ ആത്മീയൻ എന്ന് പറഞ്ഞാൽ तो आत्मिक जन मतलब രാവിലെ നാം എഴുന്നേറ്റ് വൈകുന്നേരം വരെയും നമ്മുടെ ചിന്ത കർത്താവുമായിട്ട് കണക്ട് ചെയ്ത് നമ്മളിലേക്ക് നല്ലത് വരാനില്ല, നമ്മളിലേക്ക് വരുന്നത് ഉടനെ ക്രൂശിൽ ഏൽപ്പിക്കാൻ പഠിച്ചാൽ നമ്മളിലേക്ക് ദൈവ നിറവ് ആത്മാവിന്റെ വളരെ പ്രകാശം, ആത്മാവാണ് നമ്മളെ ഇത് പ്രകാശിപ്പിക്കുന്നത്. നിന്റെ ഉള്ളിലേക്ക് വന്ന ചിന്തയെ പരിശോധിക്കേണ്ടതുണ്ട്, അത് സ്വീകരിക്കരുത്, അത് അംഗീകരിക്കരുത്. ദൈവത്തിന്റെ വചനം വേണം സ്വീകരിക്കാൻ, ദൈവത്തിന്റെ വചനത്തെ സ്നേഹിക്കണം, അതിനെ നിന്റെ വികാരങ്ങളിലേക്ക് കൊണ്ടുവരണം, അതിനെ താലോലിക്കണം, കീഴ്പ്പെടണം. അല്ലെങ്കിൽ നമ്മള് പെട്ടെന്ന് സാത്താന ചിന്തയ്ക്ക് കീഴ്പ്പെടുകയും പാപം നമ്മളെ വിട്ടുപിരിയാതെ നമ്മുടെ കൂടപ്പിറപ്പായിട്ട് എപ്പോഴും പാപം സാത്താന് നമ്മളിലേക്ക് കടക്കാനുള്ള ഒരു പ്രവേശനവാതിൽ ക്രിസ്തു തകർത്തത് മനസ്സിലാക്കാത്തവരെ സാത്താൻ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. तो इसके लिए सवेरे से उठकर शाम को सोते समय तक सोने तक एक आत्मिक जन का खासियत यह है कि उसके अंदर आया हुआ हर एक विचारों को वो जांच कर परख कर समझ ले पाता है कि प्रभु की वो बात की ओर से है क्या नहीं। जब हमारे अंदर विचार आते हैं समय में कभी भी अच्छा विचार नहीं आएगा, क्योंकि शैतान हमेशा बार बार हमारे ऊपर आक्रमण करता है, वार करता है दुर्चिंताओं का। उस सब पर हमें विजय पाकर और प्रभु ने हमको हमारे लिए क्या किया है समझकर क्रूस की ओर हमें उस विचारों को हमें ढकल कर हमें एक आत्मिक रीति से प्रभु ने समझाया हुआ बात को पहचान सके, वो आत्मा के नियंत्रण में होता है। उसके वजह से है वो विश्वासी उस पर विजय पाकर जीता है। സഹോദരന്മാരെ, കർത്താവ് നമുക്ക് തന്ന വചനത്തിനായിട്ട് സ്തോത്രം. इसलिए प्रभु ने दिया हुआ वचन के लिए धन्यवाद। പ്രാർത്ഥിക്കാം.